തമിഴ്നാട്ടില് കോയമ്പത്തൂരിൽ നിന്ന് അതിക്രൂരമായ ഒരു പീഡനം. 3 പേർ കൂടി ഒരു പെൺകുട്ടിയെ ബലമായി പീഡിപ്പിച്ചു. കോയമ്പത്തൂരിനെ മാത്രമല്ല, മധുര, കോയമ്പത്തൂർ, തമിഴ്നാട് പൊതുവെ ഇപ്പോൾ ഉള്ള സർക്കാരിനെതിരായി ജനങ്ങളെ ഇളകിയിരിക്കുകയാണ്. ലോ ആൻഡ് ഓർഡർ വളരെ മോശമായിരിക്കുന്നു. തമിഴ്നാട്ടിലെ നടുക്കിയൊരു സംഭവം തന്നെയായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. രാഷ്ട്രീയമായ വലിയ ചിന്തകളും പ്രസംഗങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോ ആൻഡ് ഓർഡർ തകർന്നു എന്നാണ് വരുന്നത്. ഈ സംഭവം കോയമ്പത്തൂര് എയർപോർട്ടിനടുത്ത് വൃന്ദാവൻ ഗാർഡില് അവിടെ രാത്രി 11 മണിക്ക് ഒരു പെൺകുട്ടി ഒരു പയ്യനും കാറിലിരുന്ന് സംസാരിക്കുകയാണ്. വൃന്ദാവൻ ഗാർഡിന്റെ അല്പം മാറി വെളിയിലാണ് ഈ സംഭവം. അവർ രാത്രിയിൽ ഒരു കാറിനകത്താണ് രണ്ടുപേരും ഇരുന്നത്. ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി സോഷ്യൽ മീഡിയ കൂടി പരിചയപ്പെട്ടവരായിരുന്നു. മധുര സ്വദേശിനിയായ 20കാരി കാറിനുള്ളിലുണ്ട്. ഒണ്ടിപ്പുത്തൂരിലെ മൊബൈൽ ഷോപ്പ് നടത്തുന്ന 25 വയസ്സുകാരനും കാറിനുള്ളിൽ. രണ്ടുപേരും കുറെ നേരമായി ആ കാറിനുള്ളിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവര് സാമൂഹ്യ മാധ്യമത്തിൽ കൂടി പരിചയപ്പെട്ടവരെ നേരിട്ട് ആദ്യം കാണുകയായിരിക്കാം. വൃന്ദാവൻ നഗറിന്റെ വെളിയിലാണ്, അല്പം വിജനമായ സ്ഥലത്താണ് കാറിൽ രണ്ടുപേരും സംസാരിക്കുന്നത്. 11 മണിയോടെ അവിടെ 3 അപരിചിതർ വന്നു ചേർന്നു. അവരൊരു ബൈക്കിൽ ആണ് 3 പേരും അവിടെ വന്നത്. കാറിന്റെ അകത്തിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് അവർ കാറിന്റെ ചില്ല് ചവിട്ടി പൊട്ടിച്ചു, അടിച്ചു പൊട്ടിച്ചു. അതിനുശേഷം കാറിലിരുന്ന യുവാവിനെ വാളുകൊണ്ട് അവർ വെട്ടി. 10-15ഓളം വെട്ട് തലയിലും ദേഹത്തുമായി. അയാൾ അബോധാവസ്ഥയിലായി. കാറിനുള്ളിലിരുന്ന പെൺകുട്ടിയെ ബലമായി ഇവർ കടത്തിക്കൊണ്ടുപോയി. ആ പെൺകുട്ടിയെ അവരവിടുന്ന് കുറെ ദൂരെ അവിടുത്തെ ഒരു ട്യൂട്ടോറിയൽ കോളേജിന്റെ പുറകില് വിജനമായ സ്ഥലത്ത് ആ കുട്ടിയെ അവർ 3 പേരും മാറി മാറി ബലാത്സംഗം ചെയ്തു. 19-20 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ അവര് നഗ്നയാക്കി കിടത്തിയ ശേഷം 3 പേരും മാറി മാറി കുട്ടിയെ റേപ്പ് ചെയ്തു. ആ കുട്ടി അബോധാവസ്ഥയിലേക്ക് പോയി. അമ്മാരവിടുന്ന് കടന്നു കളഞ്ഞു. ഇവര് യഥാർത്ഥത്തില് അവിടെ ഒരു കോവിൽ പാളയത്ത് നിന്ന് ഒരു ബൈക്ക് മോഷ്ടിച്ച് സമീപവിരുദ്ധന്മാരാഴിക്കാം 3 പേര് അതിൽ കയറി വരുന്ന വഴിക്കാണ് കോയമ്പത്തൂർ എയർപോർട്ടിനടുത്ത വൃന്ദാവൻ നഗറില് രാത്രി 11 മണിക്ക് ശേഷം ഒരു കാറിലെ ഒരു പെൺകുട്ടി ആൺകുട്ടി ഇരുന്ന് സൊള്ളുന്ന കാണുന്നത്. അവർക്കത് പിടിച്ചില്ല. അമ്മാര് ബൈക്കില് ഒരു ബൈക്കിലാണ് 3 പേരും ഈ കാറിനടുത്തെത്തി. കാറിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് അവരെ AC ഓൺ ചെയ്തായിരുന്നു അകത്തിരുന്നത്. കാറിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു. അതിനുശേഷം കാറ് തുറന്നു. ആ കാറിലിരുന്ന പയ്യനെ അവർ വാളുകൊണ്ട് വെട്ടി. ഇതാണ് അവിടെ ഉണ്ടായ സംഭവം. അബോധാവസ്ഥയിലായ പയ്യൻ ബോധം തെളിഞ്ഞപ്പം രാത്രി 2-3 മണിയായി. അപ്പോഴാണ് തൻ്റെ സുഹൃത്തായ പെൺകുട്ടിയെ പറ്റി ഓർമ്മ വരുന്നത്. ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു. ഇയാളുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. പോലീസ് അവിടെ ഓടിയെത്തി. ഇയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. തൻ്റെ സുഹൃത്തായ പെൺകുട്ടിയെ കാണാനില്ല, അവളെ തട്ടിക്കൊണ്ട് പോയി ഈ 3 ക്രിമിനൽസ് എന്ന് പറഞ്ഞപ്പം പോലീസ് തിരയാൻ തുടങ്ങി. അങ്ങനെ ആണ് കോയമ്പത്തൂർ 19-20 വയസ്സുള്ള പെൺകുട്ടിയെ അവര് അതിനടുത്ത് തന്നെയുള്ള ഒരു കോളേജിന്റെ പുറയിലെ ഒരു വിജനമായ സ്ഥലത്ത് അവിടെ പെൺകുട്ടി അബോധാവസ്ഥയിൽ, അതിനടുത്തൂടെ റെയിൽവേ ട്രാക്ക് ഉണ്ട്, ആ കാട്ടിലെ അബോധാവസ്ഥയിലാണ് കുട്ടി കിടക്കുന്നത് കണ്ടത്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലാക്കി. ഇപ്പോഴും ഗുരുതരമായ പരിക്കുകളോടെ കുട്ടി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. മൊബൈൽ ഷോപ്പ് ഓണർ അയാള് ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നുള്ളത്. അതിക്രൂരമായ ഒരു ബലാത്സംഗമായിരുന്നു അവിടെ കണ്ടത്. 3 പേരും മാറി മാറി ബലാത്സംഗം ചെയ്ത് അവിടുന്ന് പെൺകുട്ടിയെ ഉപേക്ഷിച്ചിട്ട് അവര് രക്ഷപ്പെട്ടു. പോലീസ് അത് ട്രാക്ക് ചെയ്തു അവരെ. അതിനുശേഷം ഇവരെ ചേസ് ചെയ്ത സമയത്ത് ഇവർ ഓടി പോലീസിനെ ആക്രമിച്ചിട്ട് രക്ഷപ്പെടാനായിട്ട് അവർ ശ്രമിച്ചു.
പോലീസ് ഇവര് രക്ഷപ്പെട്ടു പോകുന്ന കണ്ടപ്പം വെടിവെച്ചു. ഒരാളുടെ കാലിന് പരിക്കുണ്ട്. 3 പേരെയും ഓടിച്ചിട്ട് പോലീസ് പിടിച്ചു. പോലീസ് കസ്റ്റഡിയിലായപ്പോൾ പരിക്കേറ്റ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അയാള് നോർമലാണിപ്പം, അയാൾ ഗുരുതരാവസ്ഥയിലല്ല. പെൺകുട്ടി ക്രൂരമായ പീഡനത്തെ തുടർന്ന് അബോധാവസ്ഥയിലായി. ഇപ്പം ബോധം തെളിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് ഈ സംഭവം. തീർച്ചയായിട്ടും നാടിനെ നടുക്കിയ സംഭവം തന്നെയാണ്. കോയമ്പത്തൂര് ഉള്ള പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയൊന്നും പറയാൻ ഒക്കില്ല. കാരണം സാമൂഹ്യ വിരുദ്ധന്മാര് ഇങ്ങനെ ഒരു പെൺകുട്ടി ആൺകുട്ടി വിജനമായ സ്ഥലത്തിരുന്ന് സംസാരിക്കുന്ന കണ്ടപ്പോൾ അവർ കയറി ആക്രമിച്ച പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തു. കാരണം ഇങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങളും അവർ തമ്മിൽ സൊള്ളലുമൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം വിജനമായ സ്ഥലം, ഒരു നഗറിന് വെളിയിലാണ്, അടുത്തെങ്ങും ആളില്ല. കാറിലിരുന്ന് അവർ മിക്കവാറും കാറിനകത്ത് കാർ സ്റ്റാർട്ട് ചെയ്ത് കാറിനകത്ത് AC ഇട്ട് 2 പേരിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ പെൺകുട്ടിക്ക് ആ സ്ഥലവുമായിട്ട് വലിയ പരിചയമില്ല. അത് മധുരക്കാരിയാണ്, സോഷ്യൽ മീഡിയയിൽ കൂടെ പരിചയപ്പെട്ടതാണ്. ഇങ്ങനെ പരിചയപ്പെടുന്ന പലർക്കും ഇതുപോലെയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ആൾക്കാർ മരണപ്പെടുന്നു, ചിലരെ കൊലപ്പെടുത്തുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെൺകുട്ടികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. കാരണം അവർ വീട് വിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് പരിചയമുള്ളതോ പരിചയമില്ലാത്ത സ്ഥലത്തോ രാത്രി 10 മണിക്ക് ശേഷം ഒരിക്കലും, അല്ലെങ്കിൽ 9 മണിക്ക് ശേഷം, അല്ലെങ്കിൽ 6 മണിക്കകം അവർ വീട് അണയുന്നതാണ് നല്ലത്. കാര്യം പല സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒക്കെ ഈ രാജ്യത്ത് പോലീസ് ഉള്ളിടത്തോളം കാലം നമ്മൾ സുരക്ഷിതമാണെന്നൊക്കെ വീമ്പിളക്കും. പക്ഷെ ജീവൻ പോകും. കഴിവുള്ളിടത്തോളം അങ്ങനെയുള്ള സന്ദർഭം ഉണ്ടാക്കാതിരിക്കുക. നമ്മൾ കഴിവുള്ളിടത്തോളം 6 മണിക്ക് മുമ്പ് ചേക്കേറുക. ഇത് പണ്ട് മുതലുള്ള കാര്യങ്ങളാണ്. ലേഡീസ് ഹോസ്റ്റലിലേക്കുള്ള കുട്ടികൾ കയറുക. രാത്രി ജോലിയുള്ളവർ തീർച്ചയായിട്ടും അവർ ഒറ്റയ്ക്ക് പോകരുത്. കൂടെ അവർ ജോലിയിലുള്ള ആൾക്കാരോ ആരെങ്കിലും അവരെ കൊണ്ട് ജോലി സ്ഥലത്ത് കൊണ്ടാക്കുകയോ ചെയ്യുന്നതാണ് ഉചിതം. ഇതൊക്കെ നടക്കുമോ ഇല്ലെന്ന് ചോദിച്ചാൽ അങ്ങനെ നടന്നേ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവൻ അപകടത്തിലാവുന്ന കാഴ്ച ഇപ്പം നമ്മൾ കണ്ടല്ലോ. മധുരക്കാരി പെൺകുട്ടി ഒരുത്തനുമായിട്ട് പരിചയപ്പെട്ടിട്ട് അവരെ വീടുകളിലോ അല്ലെങ്കിൽ വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് ആ കാറിൽ കണ്ടപ്പം സാമൂഹ്യ വിരുദ്ധന്മാർ ആ വഴി വന്നു അബദ്ധത്തിൽ. ഇനി അത് നേരത്തെ കണ്ടിട്ട് പോയിട്ട് ഇവർ ബൈക്ക് എടുത്തുകൊണ്ട് ആരെങ്കിലും ഒരാൾ കണ്ടിട്ട് അയാൾ എൻ്റെ കൂട്ടുകാരന്മാരെ വിളിച്ചു കൊടുത്തൊരു ഒരു വണ്ടി മോഷ്ടിച്ചെടുത്ത് അതിൽ സ്പോട്ടിൽ വന്നതാണോ എന്നറിയില്ല. അത് അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരാനുണ്ട്. എന്തായാലും തമിഴ്നാട്ടിൽ നടക്കിയ ഈ സംഭവം അവിടുത്തെ ലോ ആൻഡ് ഓർഡർ ഫെയിലിയർ ആണ് എന്ന് പ്രതിപക്ഷ കക്ഷികളും മറ്റവരും ശബ്ദമുയർത്തി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ നാടിനെ നടുക്കുന്നതാണ്. തമിഴ്നാടിനെ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ ഇതൊരു വാർത്തയായിരിക്കുന്നു. ആ കുട്ടിക്കുണ്ടായ ദുര്യോഗം തീർച്ചയായിട്ടും ആ കശ്മലന്മാരെ അവർക്ക് തക്ക ശിക്ഷ കൊടുക്കേണ്ടത് തന്നെ. പക്ഷേ 3 പേര് ക്രിമിനലായവര്, ആരോഗ്യമുള്ള ചെറുപ്പക്കാർ 3 പേര്, തപസി, കാർത്തിക്, കളീശ്വരൻ എന്ന് 3 പേരാണ് അവര്. അതിൽ ഒരുത്തൻ്റെ കാലിന് വെടിയേറ്റെങ്കിലും ബാക്കി 3 പേരെയും ഇപ്പം പോലീസ് കസ്റ്റഡിയിലാണ്. റേപ്പാണ്. 10 വർഷം മുതൽ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് വരെ അവർക്ക് ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഏതെല്ലാം അടിയന്തരമായിട്ട് ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി അവരെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ പോകാൻ അനുവദിക്കാതെ ആ ക്രിമിനൽസിനെ ശിക്ഷിപ്പിച്ച് ജയിലിലിടുന്നതായിരിക്കും തമിഴ്നാട് പോലീസിന് ചെയ്യാൻ പറ്റുന്ന അടുത്ത ഡ്യൂട്ടി.